ഇന്നലെ കണ്ട ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു ന്യൂസാണിത്. എൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഒരു BLO വർക്ക് പ്രഷർ കാരണം സൂയിസൈഡ് ചെയ്തു എന്നുള്ളത്. ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു കാര്യമാണ് വർക്ക് പ്രഷർ കാരണമുള്ള സൂയിസൈഡ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയുള്ള കമൻസിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ആ സൂയിസൈഡ് ചെയ്ത ആൾക്കാരെ കുറ്റപ്പെടുത്തിയിട്ടുള്ള കമൻറ്റ് എന്നുള്ളത്. ഇന്നലെ അതുപോലെ കണ്ടൊരു കമൻറ്റാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചാകാൻ വേണ്ടി റീസൺ നോക്കിയിരിക്കുകയാണോ, ജോലിഭാരാണെങ്കിൽ ഞാനൊക്കെ എത്ര തവണ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്. നമ്മൾ ചിന്തിക്കുന്ന രീതി, നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി എല്ലാം വ്യത്യാസമാണ്. ചില സാഹചര്യം വരുന്ന സമയത്ത് ചിലവർക്കത് താങ്ങാൻ പറ്റും, ചിലവർക്കത് താങ്ങാൻ പറ്റണമെന്നില്ല. ഇവൻ മെൻ്റലി നമ്മൾ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് പോലും തോന്നും എല്ലാം അവസാനിപ്പിച്ചേക്കാം എന്നുള്ളത്. സോ മെൻ്റലി വീക്കായിട്ടുള്ള ഇൻട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു ചിന്ത എന്ന് പറയുന്നത് എക്സ്ട്രീം ലെവലിലായിരിക്കും ഉണ്ടാവുക. സോ ഇവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛനും കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം തൻ്റെ ജോലിയായിട്ട് സാധാരണ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. അധികം സൊസൈറ്റി ആയിട്ടോ ആൾക്കാരായിട്ടോ പരിചയമില്ലാത്ത ഒരാളായിരുന്നു. സോ ഇവിടെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഇത്രയും വലിയ വർക്ക് പ്രഷർ ചലഞ്ച് വന്ന സമയത്ത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ തനിക്കുണ്ടാവുന്ന, തൻ്റെ ജോബിനുണ്ടാവുന്ന, മുന്നോട്ടുണ്ടാവുന്ന കോൺസിക്വൻസസ് ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ചിലപ്പം ഇങ്ങനൊരു ഡിസിഷനിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുക എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്. ആ ലൈഫിനെ മാറ്റിവെച്ച് അവർ മരണത്തിന് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രമാത്രം മാനസിക സമ്മർദ്ദം അവർ അനുഭവിച്ചിട്ടുണ്ടാവും. എന്ന് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ പറയും അവർക്ക് ജോബ് റിസൈൻ ചെയ്ത് ലൈഫ് സേവ് ചെയ്തൂടെ എന്നുള്ളത്. പക്ഷേ ഇതേ ആളുകൾ തന്നെ വർക്ക് പ്രഷർ കാരണം ജോബ് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കളിയാക്കലുകൾ എന്താണ് കേൾക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇനി ഈവൻ ജസ്റ്റ് നമ്മുടെ അടുത്ത് വന്ന ഒരാൾ പറയാണ് എനിക്ക് എത്രമാത്രം വർക്ക് പ്രഷറാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്ത് പോലും ചിലവർ കൊടുക്കുന്ന റിപ്ലൈ എന്താണ്, ഇതിലും കൂടുതൽ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളായിരിക്കും തിരിച്ച് നമ്മൾ കേൾക്കേണ്ടി വരാം. അദ്ദേഹത്തിൻ്റെ ഫാമിലി പറയുന്നുണ്ടായിരുന്നു ഈ വർക്ക് പ്രഷറിനെ കുറിച്ച് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആക്ച്വലി ആ സംസാരിക്കുന്ന സമയത്ത് അവിടെ ഫാമിലിയോ ഈവൻ അദ്ദേഹം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹം ഇങ്ങനൊരു ഡിസിഷൻ എടുക്കും എന്നുള്ളത്. കാരണം നമ്മുടെ മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾക്ക് പോലും പറയാൻ പറ്റില്ല. അതേപോലെ ഒറ്റ നിമിഷത്തെ ഒരു ബുദ്ധിമോശം കാരണം സംഭവിച്ചു വന്നായിരിക്കും വർക്ക് പ്രഷർ കാരണമുള്ള മെൻ്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും അതുപോലുള്ള ക്ലയൻസ് ആയിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ടും എനിക്കറിയാൻ പറ്റും അത് എത്രത്തോളം വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. നെക്സ്റ്റ് ടൈം ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാതെ, തിരിച്ച് ജഡ്ജ് ചെയ്യാതെ അവരൊന്ന് ചേർത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ വർക്ക് പ്രഷർ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ്. നമുക്ക് ജോബ് പോയാൽ നമുക്ക് അടുത്ത ജോബ് കിട്ടും, പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. സോ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഗൈഡൻസ് നിങ്ങൾ എന്ത് ചെയ്യുക തേടുക എന്നുള്ളതാണ്. ഇതേപോലെ വർക്ക് പ്രഷർ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് ഇതാരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും എന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും.